കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കാറിടിച്ച കാൽനട യാത്രക്കാരൻ മരിച്ചു എന്ന വാർത്ത വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നടുവണ്ണൂരിലെ ഗോപാലനാണ് മരിച്ചത്. കാറിടിച്ച ഒരു യുവതിക്കും പരിക്കേറ്റിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ഈ അപകടത്തിൻ്റെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു. സമീറെ, എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനമാണ് അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാറാണ്, ഒരു ഡോക്ടേഴ്സിൻ്റെ എംബ്ലമൊക്കെ പതിച്ച ഒരു കാറാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് തൊട്ട് പിറകിലായാണ് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗം, അതായത് സീബ്ര ലൈനുള്ളത് ഇതിന് തൊട്ട് പിറകിലാണ്. ആ ഭാഗത്ത് വെച്ചുകൊണ്ട് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. ആ വേളയിലാണ് അമിത വേഗതയിൽ എത്തിയ ഈ കാർ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റത്. ഒരാൾക്ക് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. നടുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള 72-കാരൻ ഗോപാലനാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു സ്ത്രീക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. സാജിദ എന്നാണ് അവരുടെ പേര്. അവർക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അവരെയും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നടക്കാ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം താനൂർ സ്വദേശികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ അമിതമായിട്ടുള്ള വേഗത, അതോടൊപ്പം തന്നെ സീബ്ര ലൈനിലെത്തിയിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു വേഗതയിൽ വന്നതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കാ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.